മിഡ് വീക്ക് എവിക്ഷനിൽ 2 പേർ പുറത്തേക്കോ? ആദിലയും നെവിനുമാണോ? ഞെട്ടിക്കുന്ന എവിക്ഷനാണോ നടന്നിരിക്കുന്നത്? എല്ലാം നമുക്ക് ചർച്ച ചെയ്യാം. ഡേ 96 മിഡ് വീക്ക് എവിക്ഷൻ അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം ചാനൽ. ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കഴിഞ്ഞ ആഴ്ച ലാലേട്ടൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഒരു മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ടെന്ന് ലാലേട്ടൻ പറഞ്ഞിട്ട് പോയിരുന്നു. അത് ശരിയാണ്, ഒരു മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ട്. സോ ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് പറയുന്നത്, ഞാൻ അറിഞ്ഞത് പ്രകാരം ആരും തന്നെ ഇതുവരെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഔട്ടായി പോയിട്ടില്ല. ഞാൻ അറിഞ്ഞത് പ്രകാരം ഇങ്ങനെയാണ് പറയുന്നത്, ആരും തന്നെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇതുവരെയും ഔട്ടായി പോയിട്ടില്ല. ഓക്കെ, ചില സോഷ്യൽ മീഡിയസിലൊക്കെ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്, ആദിൽ ഔട്ടായി പോയി, നെവിൻ പോയി എന്നൊക്കെ. അതൊക്കെ വെറും റൂമേഴ്സ് മാത്രമാണ്. ആരും തന്നെ ഇതുവരെയും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഔട്ടായി പോയിട്ടില്ല. ഒരു പക്ഷേ ഇന്നലെ ബിഗ് ബോസ് വീട്ടിൽ മിഡ് വീക്ക് എവിക്ഷൻ്റെ ഷൂട്ടിംഗ് നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രൊമോ ഇന്നലെ രാത്രി തന്നെ പുറത്തേക്ക് വരേണ്ടതാണ്. അത് ഇതുവരെയും പുറത്തേക്ക് വന്നിട്ടില്ല. ആ പ്രൊമോ പുറത്തേക്ക് വന്നിട്ടില്ല. മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടൊരു പ്രൊമോ പുറത്തേക്ക് വന്നിട്ടില്ല. അപ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഇന്നലെ മിഡ് വീക്ക് എവിക്ഷൻ്റെ ഷൂട്ടിംഗ് അവിടെ നടന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇനി ഒരു പക്ഷേ ചിലപ്പോൾ ഇന്നായിരിക്കാം മിഡ് വീക്ക് എവിക്ഷൻ്റെ ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് നാളെ അത് ലൈവിനകത്ത് കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, എന്തായാലും മിഡ് വീക്ക് എവിക്ഷൻ കമ്മിങ് സൂണാണ്. നിങ്ങൾ എന്തായാലും കാത്തിരിക്കുക. മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ട്, അത് നിങ്ങൾ കാത്തിരിക്കുക. ലൈവിനകത്തും അതുപോലെ തന്നെ എപ്പിസോഡിനകത്തും നിങ്ങൾ കാത്തിരിക്കുക. അത്ര മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ ഞാൻ അറിഞ്ഞത് പ്രകാരം ആദില ഔട്ടായി എന്ന് ഞാൻ അങ്ങനെ കേൾക്കുന്നുണ്ട്. എന്തായാലും അത് കൺഫേം ആവട്ടെ, ഞാൻ നിങ്ങളോട് വന്ന് പറയാം. അപ്പോൾ മാത്രം നിങ്ങൾ വിശ്വസിക്കുക. അല്ലാതെ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയസിലൂടെ പുറത്തു വരുന്നതൊന്നും നിങ്ങൾ വിശ്വസിക്കാതെ ഇരിക്കുക. ദയവ് ചെയ്ത് നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക. നെവിനും പോയിട്ടില്ല, ആദിലും ഇതുവരെയും പുറത്തു പോയിട്ടില്ല എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ മറ്റു മത്സരാർത്ഥികളൊക്കെ തിരിച്ചു വന്നിരുന്നല്ലോ. അവരൊക്കെ ഇന്നലെ തന്നെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പോയി എന്നാണ് അറിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമുക്ക് ഈവനിങ്ങോടുകൂടി അവർ പുറത്തേക്ക് പോകുന്നത് കാണാൻ സാധിക്കും. ഓക്കെ, ഇന്ന് ലൈവിനകത്ത് നമുക്കത് കാണാനായിട്ട് സാധിക്കും. പിന്നെ എപ്പിസോഡിനകത്ത് അത് കാണിക്കും. ഓക്കെ, പിന്നെ പറയാനുള്ളത്, ഇപ്പോൾ PR-കളുടെ ഒക്കെ വമ്പൻ കളി നടക്കുന്ന സീസണാണല്ലോ. അതുകൊണ്ട് തന്നെ ഒന്നും നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തില്ല. അതായത് ആദില പോയോ നെവിൻ പോയോ ഒന്നും തന്നെ ഉറപ്പിക്കാൻ പറ്റത്തില്ല. എന്നാലും നമുക്ക് നോക്കാം. അതൊക്കെ വരുമ്പോൾ ഞാൻ നിങ്ങളായിട്ട് ഏറ്റവും കൃത്യമായ അപ്ഡേറ്റ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സ്റ്റേ ട്യൂൺ ആയിട്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, അടുത്ത വിശേഷമായിട്ട് വരാം. പിന്നെ ലൈവിനകത്ത് ഒന്നും തന്നെ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ലൈവ് അപ്ഡേറ്റ് ആയിട്ട് പറയാത്തത്. ഒന്നും തന്നെ ഇല്ല, അവർ കളിയും ചിരിയും തമാശകളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് അവിടുത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ലൈവ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് ഇടാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, അടുത്ത വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.